ഹൗസിൽ 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. എന്തോ കാണിച്ചെന്നാ പറയുന്നത്. ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേര് സംസാരിക്കും. എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാം. കഴിവുകൊണ്ട് തന്നെയാണ്. ഇത് ശരണ്യ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയാണ്. നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെങ്കിൽ, റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വ്യക്തി അതിനകത്ത് കണ്ടു കാണും. അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ശരണ്യ ബിഗ് ബോസിൽ എങ്ങാണ്ട് ജിം സ്യൂട്ട് ഇട്ടുകൊണ്ട് നിന്നു. അത് കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാതെ ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടു. നമ്മളത് ചർച്ച ചെയ്യാൻ പോയില്ല. കാരണം ഒരാൾക്ക് എന്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണ് അയാൾക്ക് കംഫോർട്ട്, അത് അയാൾ ഇട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ആണ് നമ്മളത് നോക്കാൻ പോയില്ല. അത് വലിയൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതൊക്കെ ഏതോ യൂട്യൂബ് ചാനലൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഒരു വിഷയം അന്ന് കുറച്ച് കത്തി നിന്നെങ്കിലും പിന്നെ ഇതാരും അത്ര ഓർക്കാതായി. പിന്നെ ഇപ്പൊ ശരണ്യ അതിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ചെന്നപ്പോൾ ഇതേ വിഷയം തന്നെ അവിടുത്തെ അവതാരകനെ എടുത്തിട്ടു. അതെടുത്തിട്ടുമല്ല ശരണ്യ കുറച്ച് റേസ് ആവുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം. 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? തിരിച്ചു ചോദിക്കൂ. 65 ദിവസം ശരണ്യ ഇരുന്നത് എക്സ്പോസ് ഡ്രസ് ഇട്ടിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചേ. ഞാൻ എന്നോടോ? ഞാൻ ശരണ്യല്ല, അജിനാണല്ലോ. അല്ല, ഒന്ന് ചോദിച്ചു നോക്കുക. എപ്പിസോഡ്സ് കണ്ടോ? കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ശരണ്യ എല്ലാ ദിവസം എക്സ്പോസ്ഡ് ഡ്രസ് ആണോ? ഇനി ചോദ്യം വരും. ഇനി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, എല്ലാ ദിവസവും അല്ല. എക്സ്പോസ്ഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ എക്സ്പോസ്? ശരണ്യ കാണിച്ചത് എന്താണ്? അതാണ് എക്സ്പോസ്. എന്താണ് മറ്റ് കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്തത് ശരണ്യ അവിടെ കാണിച്ചു. അതിന്റെ കഴിവല്ലേ? മറ്റേ കണ്ടസ്റ്റന്റുകൾ ഒന്നും കാണിക്കാത്ത വ്യത്യാസമായിട്ട് നിന്ന് അതിന്റെ കഴിവാണ്. അതിന് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആ കഴിവാണോ ഡ്രസ്സിങ്ങിലൂടെ കാണിച്ചത്? ഉദ്ദേശിക്കുന്ന ഏത് ഡ്രസ് ആണെന്നും കൂടി പറയണം. സാരിയിൽ എക്സ്പോസ്ഡ് ആണോ, അതോ ലെഹങ്കയിൽ എക്സ്പോസ്ഡ്, അതോ ജിംവെയറിലാണോ? അപ്പൊ എടുത്തു പറയണം. ജിംവെയർ എല്ലാം ഡ്രസ് എന്ന് പറയണം. എല്ലാം ഡ്രസ് എന്ന് പറയരുത്. ജിംവെയറിൽ നമുക്ക് എക്സ്പോസ്ഡ് തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ ശരണ്യോട് ചോദിക്കുന്നത്, ജിംവെയർ ഇട്ടത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ആൻസർ പറയട്ടെ? പറയണല്ലോ. റെഡി ആണല്ലോ? തീർച്ചയായിട്ടും. നമ്മുടെ ബിഗ് ബോസില് ഒരു സ്മോക്കിംഗ് റൂം എന്ന് പറഞ്ഞ റൂം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സ്മോക്ക് ചെയ്യുന്ന നല്ല കാര്യമാണോ? നല്ല കാര്യമല്ല. സ്മോക്ക് ചെയ്യാറുണ്ട്? ഞാൻ ചെയ്യത്തില്ല. നല്ല കാര്യമല്ലല്ലോ. അത് എത്ര പേര് കാണുന്നുണ്ട്? ഈ കുട്ടികൾ. ഒരു മിനിറ്റ്, എന്റെ ചോദ്യം അതല്ല. ഞാൻ പറഞ്ഞോട്ടെ. എന്റെ അവസരമാണല്ലോ. ആണോ അല്ല? ഇവിടെ അവതാരകന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 65 ദിവസം ശരണ്യ ബിഗ് ബോസിൽ പിടിച്ചു നിന്നത് എക്സ്പോസ്ഡ് ഡ്രസ് ഇട്ടുകൊണ്ട് ആണോ എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ശരണ്യക്ക് ഏത് ഡ്രസ് ഇടണമെന്ന് ശരണ്യാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഷോയാണ്. ഇവിടെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബിഗ് ബോസ് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ബിഗ് ബോസ് താക്കീത് നൽകും. ഇവിടെ ആ പരിപാടിയിലുള്ള ആൾക്കാർക്ക് പോലും അതൊരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സായിട്ട് തോന്നാത്തതുകൊണ്ടാണ് താക്കീത് ചെയ്യാഞ്ഞത്. കാരണം ഈ TV ഷോയിൽ വിടുന്ന പരിപാടികൾക്കൊക്കെ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ശരിക്കും അത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് അത് ശരണ്യോട് പറഞ്ഞേനെ. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞായിട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തെ കുറെ ആൾക്കാരുടെ കാഴ്ചപ്പാടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവരവരുടെ ശരീരം മറയുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അത് എക്സ്പോസ്ഡ് ആണെന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ അതിന് ശരണ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറുപടി ഒരു കറക്റ്റ് ആയിട്ടുള്ള മറുപടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞില്ല, ഇതിന്റെ ബാക്കിയും കൂടെ ഉണ്ട്. അവിടെ ഇട്ടത് ജിം വെയർ ആണ്. ഓക്കെ, എന്റെ ഏതെങ്കിലും പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിരുന്നോ? എന്റെ ചോദ്യത്തിന്റെ എന്റെ ഇങ്ങനെ ചെയ്താൽ വേണ്ടി വരും. ശരണ്യ, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ശരണ്യ ഇട്ടേക്കുന്ന ജിം സൂട്ട് ഉണ്ടല്ലോ, എക്സ്പോസ് തന്നെയായിരുന്നു. പുറമെ ഒന്നും കാണത്തില്ലെങ്കിലും കാണുന്നുണ്ടായിരുന്നോ? ശരിക്കും അതിലും കാണുമായിരുന്നു. അതും കൂടി ചെയ്തുതരാം. അല്ല, ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് പറയുന്നില്ല. കുട്ടികള്, കുടുംബ പ്രേക്ഷകര്, ഇവരെല്ലാം ഒന്നിക്കുന്ന, അല്ല ഇവരെ എല്ലാം പ്രേക്ഷകർ കണ്ണുകൊണ്ട് കാണുന്ന ഷോ ആണോ ബിഗ് ബോസ്? അതെ, അതന്നെ എന്റെ ചോദ്യം. ഈ സ്മോക്കിംഗ് ഒക്കെ എല്ലാം കാണുന്ന ആൾക്കാരും കൂടി ഉണ്ടല്ലോ ബിഗ് ബോസ്. അത് തെറ്റാണെങ്കിൽ ഇതെന്തുകൊണ്ട് തെറ്റായിക്കൂടാ? ഇത് തെറ്റല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പോയിന്റ് പറയാം. ജിമ്മിൽ നമ്മൾ ബിഗ് ബോസ് ഹൗസില് മോർണിംഗ് നിങ്ങള് ഫുൾ ഡേ ഇരുന്ന് കാണുമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഡേയില് 3 ടാസ്ക് ചെയ്യാനുണ്ട്. നമ്മൾ ആ ടാസ്കിന്റെ കൂടെ തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം, നമ്മൾ വീട്ടിലത്തെ ആക്ടിവിറ്റീസ് ചെയ്യണം, എല്ലാം ചെയ്യണം. അത് അതിന്റെ ഇടയ്ക്ക് മുട്ട കയറ്റണം അവിടെ. അപ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഇനിയിപ്പോ ടാസ്ക് വരുമ്പോ വീണ്ടും തുണി മാറുക, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ വീണ്ടും തുണി, ഇന്നുള്ള ഗ്യാപ്പോ സമയമൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാ സമയമുണ്ട്? അല്ല, ഇവന് ഈ ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. മറ്റുള്ളവർക്ക് അവരുടേതായ സമയമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, ഇവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇവരും ധരിക്കുന്നു. ഇവർക്ക് ഇതാണ് കംഫോർട്ട്, മറ്റുള്ളവർക്ക് അവർ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് കംഫോർട്ട്.
അത് ഓരോരുത്തരുടെ കംഫോർട്ട് അനുസരിച്ചല്ലേ ഓരോരുത്തർ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള വസ്ത്രം അതായിരിക്കും, അത് അവർ ധരിച്ചു. ഈ ഒരു ചോദ്യത്തിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരുടെ സൗകര്യത്തിനും അവരുടെ ഡ്രസ് ചെയ്യുന്ന രീതിയിലുമാണോ ഈ ശരണ്യ ഡ്രസ് ചെയ്യേണ്ടത്? കാണിച്ചതുകൊണ്ട് പറഞ്ഞത് കേട്ടോ, കാണിച്ചിട്ടില്ല ഞാൻ, അത് എനിക്ക് വിശ്വാസമുണ്ട്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. എന്തോ കാണിച്ചെന്നാ പറയുന്നത്? ശരണ്യക്ക് എനിക്ക് ചോദിക്കാൻ പറ്റും. എന്ത് കാണിച്ചെന്ന് ബിഗ് ബോസ് ഹൗസില് 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം 65 ദിവസം ജിംവെയർ മാത്രം ഇട്ടാണോ അജി എന്ന് പറഞ്ഞ ആള് കണ്ടത് തന്നെ? ഞാൻ കണ്ടതെല്ലാം വരുമ്പോ മാന്യമായിട്ടുള്ള ഡ്രസ് ഇടുന്നു. അല്ലാതെ പ്രേക്ഷകർക്ക് ശരണ്യെ നിലനിർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലാലേട്ടന്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡിന്, എന്റെ ഫാമിലിക്ക്, എന്റെ ഫാമിലി മെമ്പർക്ക് ഇല്ലാത്ത പ്രശ്നം, ഇല്ലാത്ത ടെൻഷൻ, ഇല്ലാത്ത BP അജിക്ക് ആവശ്യമുണ്ടോ? അജിന് ഇവിടെ ഇരിക്കുന്നത് ജനങ്ങളെ ഫേസ് ചെയ്തോണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അജി അല്ല, അജിന് ഏത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെയുള്ള പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോലും താല്പര്യമില്ല. പിന്നെ ഏത് ജനങ്ങൾക്കാണ് ഇതൊക്കെ അറിയാൻ താല്പര്യമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ 2024 ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഇതുപോലത്തെ ഇന്റർവ്യൂകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അധപ്പതിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഞാനിത് ചോദിക്കാൻ കാരണം ആ അഖിൽമാരാർ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളല്ലേ? ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ. എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക? എന്റെ പേര് അയാൾ എടുത്തോ, എന്റെ പേരെടുത്തോ, ശരണ്യ എന്ന് പറഞ്ഞെടുത്തോ. സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു പേരും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേര് സംസാരിക്കും. എല്ലാം വലിച്ചെടുത്ത് ദൂരകളെ ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനാണ് എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനും. പറയാൻ ഉത്തരവില്ല. അല്ലല്ല, ഇൻഡിവിജ്വൽ ഹലോ ബ്രോ, ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത്? ആണോ? അപ്പൊ അത് ചോദിച്ചാൽ മതി. ശരണ്യനെ പറ്റി ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ മതി. അഖിൽ മാറാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ, എന്നോട് ചോദിക്കണം. ശരണ്യ ആ ലിസ്റ്റിലില്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇങ്ങനെ ഒരു പ്രസ്താവന മുമ്പോട്ടേക്ക് വെച്ചത് അഖിൽമാരാണ്. അങ്ങേരോടാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഈ ബിഗ് ബോസിലുള്ള പല സ്ത്രീകളും ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവരോട് എന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവന്റെ തുണിക്കട്ടെ ഞാൻ സമ്മതിച്ചു. ഒരു ഗസ്റ്റിനെ വിളിച്ചു ഇരുത്തിയിട്ട് അവരോട് ഇങ്ങനെയൊക്കെ ധൈര്യമായിട്ട് ചോദിക്കാൻ അപാര തൊലിക്കെട്ട് തന്നെ വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. സത്യം പറഞ്ഞാൽ ആരോപണങ്ങൾ മുന്നോട്ടേക്ക് വെച്ചത് അഖിൽമാരാണ്. അങ്ങേരോടാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കേണ്ടതും ആരാണെന്ന് പറയേണ്ടതും അങ്ങേര് തന്നെയാണ്. അപ്പൊ അങ്ങേരൊരു ക്ലാരിഫിക്കേഷൻ തരാത്തിടത്തോളം കാലം ഇങ്ങനെ വന്നിരിക്കുന്ന ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്ത്രീകളോടും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം എന്നുള്ള അത്യാവശ്യം ഒന്നുമില്ല. വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ചൊറിഞ്ഞൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ നടത്തിയ പോലാണ് എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം ശരണ്യ അതിനകത്ത് ധരിച്ച ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിനില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ അവർ അത്രയും വൾഗറായിട്ടാണ് ഡ്രസ്സ് ധരിച്ചതെങ്കിൽ ആ ഷോ തന്നെ അത് വിലക്കിയേനെ. ആ ഷോ അതൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ കുടുംബ പ്രേക്ഷകരുടെ കാര്യമൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ തന്നെ 18+ മേലിലോട്ടുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനാണ് അത് കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങേരെ അവിടെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവരുള്ള ആൾക്കാരും ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ പറയുകയില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.